നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചൈനയിൽ പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റ് കമ്പനികൾക്ക് മേൽ കർശന നിയന്ത്രണങ്ങളുമായി ചൈനീസ് ഭരണകൂടം. പ്ലാറ്റ്ഫോമുകളിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടും ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള രഹസ്യാത്മക വിവരങ്ങൾ ഉപഭോക്താക്കൾ പങ്കുവയ്ക്കുന്നത് തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് സർക്കാർ. ഇതിന്റെ ഭാഗമായി സ്റ്റേറ്റ് സീക്രട്സ് നിയമം സർക്കാർ പരിഷ്കരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്റ്റേറ്റ് സീക്രട്ട് നിയമം ആദ്യമായാണ് പരിഷ്കരിക്കുന്നത്. ഇതോടെ രാജ്യവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ ഉപഭോക്താക്കൾ പങ്കുവച്ചാൽ കമ്പനികൾ അതിവേഗം നടപടി സ്വീകരിക്കേണ്ടതായി വരും. നെറ്റ്വർക്ക് സേവനദാതാക്കളും ഉപഭോക്താക്കൾ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കണം. ടെൻസെന്റ്, ബൈറ്റ്ഡാൻസ്, വെയ്ബോ പോലുള്ള കമ്പനികൾക്ക് ഈ നിയമം ബാധകമാണ്. പോസ്റ്റുകൾ എങ്ങനെ നീക്കം ചെയ്യണമെന്നും വിവരങ്ങൾ സൂക്ഷിക്കണമെന്നും അധികൃതരെ എങ്ങനെ അറിയിക്കണമെന്നുമെല്ലാം പുതിയ നിയമങ്ങൾ വിശദമാക്കുന്നുണ്ട്. പുതിയ യുഗത്തിലെ വെല്ലുവിളികളും പുതിയ പ്രശ്നങ്ങളും നേരിടുന്നതിനായി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് നാഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റേറ്റ് സീക്രട്ട് പ്രൊട്ടക്ഷൻ പ്രതിനിധി ഫെബ്രുവരിയിൽ നിയമപരിഷ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ചൈനയിലെ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം കർശന നിയമങ്ങൾക്ക് വിധേയമായാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. പുതിയ ചട്ടങ്ങൾ വരുന്നതോടെ കമ്പനികൾ ഉള്ളടക്ക നിരീക്ഷണം ശക്തമാക്കാനും അതിവേഗം നടപടി സ്വീകരിക്കാനും നിർബന്ധിതരാകും. വിദേശ ലേഖകർ ഉൾപ്പെടെ പത്രപ്രവർത്തകർക്ക് പ്രശ്നമുണ്ടാക്കുന്ന തൊഴിൽ രഹസ്യങ്ങളും സർക്കാർ ഏജൻസികളുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമെല്ലാം പുതിയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്ത്രപരമായ വിവരങ്ങളുടെ ഗണത്തിൽപ്പെടും. എങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് രഹസ്യമേതെന്ന് കണ്ടെത്തുക എങ്ങനെയെന്ന ആശങ്കയിലാണ് കമ്പനികൾ. അതിൽ അനിശ്ചിതത്വമുണ്ടെന്നും അതിൽ വ്യക്തത വരുത്തണമെന്നും യൂറോപ്യൻ യൂണിയൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ചൈനയുടെ പ്രസിഡന്റ് ജെൻസ് എക്സ്ലാൻഡ് പറഞ്ഞു. ചൈനീസ് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ആരോപിച്ച് ബൈറ്റ്ഡാൻസിന്റെ ടിക്ടോക്ക് ആപ്പിന് US-ൽ നിരോധന ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസം എന്നതും ശ്രദ്ധേയമാണ്.